ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ആദ്യത്തെ ആഴ്ച തൊട്ട്, അതായത് പ്രഗ്നൻസിയുടെ ആദ്യത്തെ ആഴ്ച തൊട്ട് 5-ാമത്തെ ആഴ്ച വരെയുള്ള കാര്യങ്ങൾ പല പല വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്ക് ബൈ വീക്ക് പ്രഗ്നൻസിയുടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആൾക്കാർ അത് പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 6th വീക്ക് ഓഫ് പ്രഗ്നൻസി, അതായത് 2ാമത്തെ മാസം തുടങ്ങുന്നതാണ്. അതപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് കുഞ്ഞിൻ്റെ 6ാമത്തെ ആഴ്ചയിലുള്ള വളർച്ചയും അതുപോലെ തന്നെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അമ്മമാർക്ക് ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് 6ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് 2ാമത്തെ മാസമാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട വളർച്ചയും ഈ 6ാമത്തെ ആഴ്ചയിലാണ് നടക്കുന്നത്. കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് മുതൽ തലച്ചോറിൻ്റെ വളർച്ച വരെ ആരംഭിക്കുന്നത് ഈ 6ാമത്തെ ആഴ്ചയിലാണ് എന്ന് തന്നെ പറയാം. ഗർഭകാലത്തിൻ്റെ ലക്ഷണങ്ങൾ അമ്മമാരിൽ പ്രകടമാവുന്നതും ഈ ടൈം തൊട്ടാണ്, അതായത് ഈ 6ാമത്തെ ആഴ്ച തൊട്ടിട്ടാണ്. അതായത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, അതുപോലെ തന്നെ ഓക്കാനം, ഛർദി, ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാൻ തോന്നുക, സ്മെല്ല് പിടിക്കാതായിട്ട് വരിക, പലതരം മണങ്ങൾ, ചിലപ്പോൾ അതുവരെ ഇഷ്ടം ഉണ്ടായിരുന്ന മണങ്ങൾ ചിലപ്പോൾ പിന്നെ പിടിക്കാതെ വരിക, അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരച്ചിൽ വരിക, അങ്ങനെയുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവുക. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഭയങ്കര സെൻസിറ്റീവും പെയിനൊക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ തലവേദന, മൈഗ്രെയിനൊക്കെ ഉള്ള ആൾക്കാർക്ക് മൈഗ്രെയിൻ കണ്ടിന്യൂസ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ രാവിലെ ഉള്ള ബുദ്ധിമുട്ട്, മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ എന്നിവയൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു ടൈം, പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് വന്ന് തുടങ്ങുന്നത് ഈ ടൈം തൊട്ടാണ് എന്ന് തന്നെ നമുക്ക് പറയാം. 6th വീക്ക് കുഞ്ഞിൻ്റെ വളർച്ച ഒരു മാതള നാരങ്ങയുടെ കുരുവിൻ്റെ ഒരു വലുപ്പം ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ കുഞ്ഞിൻ്റെ വളർച്ച എന്ന് പറയുന്നത്, അതായത് കുഞ്ഞിൻ്റെ പുറം വളഞ്ഞിരിക്കും. ആ ടൈമിൽ വലിയ തലയൊക്കെ ഉണ്ടാവും, മടക്കുകൾ ദൃശ്യമാവും. അത് പിന്നീട് മുഖവും താടിയലുമായിട്ടൊക്കെ മാറുന്നൊരു ടൈമാണ്. ഒരു മൂക്കിൻ്റെ തുടക്കം അവരുടെ തലയിൽ കാണാൻ സാധിക്കും. തുടർന്നത് 2 സെറ്റ് അവയവങ്ങൾ മുകുളങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. അത് പിന്നീട് കൈകളും കാലുകളുമായിട്ട് മാറും. ഈ ആഴ്ചയോടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ്, ഹൃദയം ഇടിക്കാൻ തുടങ്ങും. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ വഴി ചിലപ്പോൾ ഹൃദയമിടിപ്പുകൾ ഈ സമയത്ത് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞിൻ്റെ വളർച്ച ഈ ടൈമിൽ എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഇനിയുള്ളത് എന്ന് പറയുന്നത് അമ്മയുടെ ലക്ഷണങ്ങളാണ്. അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ലേഡിയുടെ ലക്ഷണങ്ങളാണ് എന്നതിനെ പറ്റിയാണ്. പ്രഗ്നൻസി സിംറ്റംസ് ഈ ടൈം തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും ഈ സിംറ്റംസൊക്കെ ഉണ്ടാവണമെന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓക്കാനം, ഛർദി, തലവേദന, പിന്നീട് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം എന്നിവയൊക്കെ പ്രഗ്നൻസിയുടെ സിംറ്റംസാണ്, കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസാണ്. പക്ഷേ എല്ലാവരിലും അത് വരണമെന്നില്ല. ചിലർക്ക് ചിലരുടെ ഹോർമോണിൻ്റെ വ്യത്യാസമൊക്കെ കൊണ്ടിട്ട് പലതരം സിംറ്റംസ് വരാം. ചിലർക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, ചെറുതായിട്ടൊക്കെ ഉണ്ടാവത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആയിരിക്കും അതിൻ്റെ സിംറ്റംസ്, പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഏർലി സൈൻസ് ഓഫ് പ്രഗ്നൻസി, ലൈക്ക് സിംറ്റംസ് ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയേണ്ടത് മോർണിംഗ് സിക്നെസ് ആണ്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഓക്കാനും ഛർദിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മിക്ക ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ഓക്കാനോ ഛർദിയൊക്കെ ഉണ്ടാവും. ഒന്നും ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ വരിക, വെള്ളം കുടിക്കാൻ പറ്റാതെ വരിക, ഒരു കഴിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് വോമിറ്റിംഗ് വരിക. ആ കണ്ടീഷനാണ് ഹൈപ്പറെമിസിസ് ഗ്രാവിഡോ എന്ന് പറയുന്നത്. ഭയങ്കര സിവിയറായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ ടൈമിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. സാധാരണ കോമൺ ആയിട്ട് കാണുന്ന സിംറ്റം ആണെങ്കിൽ പോലും അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് കഴിച്ചാലും പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിനെ കണ്ട് കാര്യം പറയേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ എന്നിരുന്നാലും വോമിറ്റിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫുഡ് സ്കിപ്പ് ചെയ്യല്ല, വെള്ളം കുടിക്കുന്നത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഒരിക്കലും അത് മിക്ക ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, ഇങ്ങനെ കഴിക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓക്കാനം വരുമ്പോഴും ഛർദിൽ വരുമ്പോഴോ അത് കുഞ്ഞിനെ ബാധിക്കുമോ എന്നുള്ളത് മിക്ക ആൾക്കാർക്കും ഉള്ള ഡൗട്ടാണ്. പക്ഷേ ഇത് കുഞ്ഞിനെ ബാധിക്കില്ല. പക്ഷേ നിങ്ങൾ ഫുഡ് കഴിക്കാതെയും വെള്ളം കുടിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് കുഞ്ഞിന് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ എത്തുന്നതിൽ തടസ്സം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വൊമിറ്റ് ചെയ്താലും എത്ര ഓക്കാനം വന്നാലും ഫുഡിനോടും വെള്ളത്തിനോടും ഒരിക്കലും നോ പറയരുത്. അത് കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കുക. കുറച്ച് കഴിക്കാൻ പറ്റിയ അത്രയും കഴിക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഓക്കാനോ ഛർദിയൊക്കെ വീണ്ടും വരും. അപ്പോൾ കുറച്ചായിട്ട് പോയാലും അത് കുഞ്ഞിന് അതിൻ്റേതായിട്ടുള്ള ഫലം കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ സിവിയർ ആയിട്ടുള്ളൊരു വോമിറ്റിംഗ് കണ്ടീഷനാണ്, പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് ഹൈപ്പറെമിസിസ് ഗ്രാവിഡം എന്ന്
പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ, ഭയങ്കര ക്ഷീണവും ഒട്ടും സഹിക്കാൻ പറ്റില്ല, ഭയങ്കരമായിട്ടുള്ള ഓക്കാനവും ഛർദിലും ആണെങ്കിൽ ഉടനെ നിങ്ങൾ ഡോക്ടറിനെ കണ്ട് അതിനുള്ള ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. ഇതേപോലെ ഓക്കാനങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണങ്ങൾ ഈ ടൈമിൽ കാണുമല്ലോ, അത് കഴിവതും ഒഴിവാക്കുക, വേണ്ട അത് കഴിക്കേണ്ട എന്ന് തന്നെ പറയാം. പിന്നീടുള്ളത് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് ഉറങ്ങുക. അപ്പോൾ ഇതിലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് വരുമ്പോഴാണ് മിക്കവാറും ഭയങ്കര ഓക്കാനവും ഛർദിയൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ഹോർമോണിൻ്റെ ബാലൻസ് കൊണ്ടൊക്കെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിനെ കണ്ട് അത് കറക്റ്റായിട്ട് തന്നെ പറയുക, വെച്ചുകൊണ്ടിരിക്കരുത്. ബാക്കിയുള്ള സിംറ്റംസ് നേരത്തെ പറയണ്ടേ, അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, പിന്നെ അമിതമായിട്ടുള്ള ക്ഷീണം, സ്ഥലങ്ങളിൽ വേദന ഉണ്ടാവും, ഉറക്കം ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാക്കും, അതുപോലെ തന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും, സ്മെല്ല് ഇഷ്ടപ്പെടാതെ വരിക. ഇതൊക്കെ സാധാരണയായിട്ട് കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസാണ്. ഇതൊക്കെ ഒരു 3 മാസം വരെ ഉണ്ടാവുള്ളൂ. ചിലർക്ക് 3 മാസം കഴിഞ്ഞും ഉണ്ടാകും, എന്നാലും മെജോറിറ്റി ഒരു 3 മാസം വരെ ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുള്ളൂ. അപ്പോൾ ഇതാണ് 6th വീക്കിൽ അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ 7th വീക്കിൽ എന്തൊക്കെയാണ് കുഞ്ഞിൻ്റെ വളർച്ചയും എന്തൊക്കെയാണ് സിംറ്റംസ് ഉണ്ടാവുക എന്നതിനെ പറ്റിയാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കഴിഞ്ഞ വീഡിയോസൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്നറിയാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.